morning everybody. Today we are going to discuss about the question paper discussion related to the chapter correlation. Correlation means that the relationship between the variables. നമുക്കറിയാം anything undergo changes it is known as variable അല്ലേ. x എന്ന് പറയുന്നതും y എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഉണ്ട്. ഈ രണ്ട് വേരിയബിളിൽ ഒന്ന് ഇൻഡിപെൻഡൻ്റ് മറ്റൊന്ന് ഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. The cultivation of the paddy depends upon the rainfall. നമ്മുടെ നെല്ലിൻ്റെ ഉൽപ്പാദനവും മഴയും തമ്മിൽ റിലേറ്റഡ് ആണ്. Then prices of the commodity and demand also related, and prices of the commodity and supply also related. Then the relationship between the demand of fan and the climatic condition also related അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ചില റിലേഷൻഷിപ്പ് പറഞ്ഞു. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ഇറ്റ് ഈസ് നോൺ ആസ് കോറിലേഷൻ. ആ കോറിലേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ, നോൺ ലീനിയർ കോറിലേഷൻ, ദെൻ സിമ്പിൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമുണ്ട്. ദെൻ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇഫ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിളും സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ. ദെൻ ഇഫ് എക്സ് വേരിയബിൾ ഇൻക്രീസസ് വൈ വേരിയബിൾ ഡിക്രീസ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ദെൻ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൺലി ടു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ, പക്ഷേ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോറിലേഷൻ പാർഷ്യൽ കോറിലേഷൻ. ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. ദെൻ ലീനിയർ കോറിലേഷൻ, ദെൻ നോൺ ലീനിയർ കോറിലേഷൻ ഒക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അതിൽ പിന്നെ വരുന്നത് ദ മെഷർമെൻറ്റ് ഓഫ് കോറിലേഷൻ ആണ്. മെഷർമെൻറ്റ് ഓഫ് കോറിലേഷൻ ദർ ആർ ത്രീ മെത്തേഡ്സ്. അത് ഗ്രാഫിക്കൽ മെത്തേഡ്സ്, ദെൻ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇക്വേഷൻ ഉണ്ട്. ഒന്ന് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതേപോലെ സെക്കൻഡ് വൺ സ്പിയർമാൻ റാങ്ക് കോറിലേഷനും. ദെൻ ദ വാല്യൂ ഓഫ് ദ ആർ അല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ പ്ലസ് ഒന്നിൻ്റെയും ഇറ്റ്സ് ലൈസ് ബിറ്റ്വീൻ +1 ആൻഡ് -1, +1ൻ്റെയും -1ൻ്റെയും ഇടയിലാണ് കോറിലേഷൻ്റെ വാല്യൂ. ഇത്രയും ഏരിയയാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൂ ഡെവലപ്ഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്? ആരാ റാങ്ക് കോറിലേഷൻ? സ്പിയർമാൻ അല്ലേ. ആൻസർ എന്താണ്? സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ദ സെക്കൻഡ് വൺ, the r +1 if it shows the correlation coefficient r is equal to +1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ്. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. r is equal to +1 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും അതേപോലെ തന്നെ മെയിൻ എക്സാമിനൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കാം. if r is equal to +1 it shows the perfect positive correlation. Then if r is equal to positive then the two variable will be more in ഏത് ഡയറക്ഷൻ ആണ്? പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇൻവേഴ്സ് ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ, നൺ ഓഫ് ദം. അതായത് രണ്ട് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇഫ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു വൈ എന്ന് പറയുന്ന വേരിയബിളും ഇൻക്രീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് പോസിറ്റീവ് കോറിലേഷൻ ആവുകയുള്ളൂ. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, വേരിയബിളിൻ്റെ മൂവ് എവിടേക്കായിരിക്കും? സെയിം ഡയറക്ഷനിലായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോറിലേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ numerically only the linear relationship between two variable. അപ്പോൾ ഇവിടെ ലീനിയർ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? നമ്മൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, the unit of the correlation coefficient between height in feet and weight kilogram. അപ്പോൾ അതിൻ്റെ കോറിലേഷൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്? കിലോഗ്രാം ബൈ ഫീറ്റ് ആണോ, പെർസെൻറ്റേജ് ആണോ, നോൺ എക്സിസ്റ്റൻ്റ് ആണോ? അപ്പോൾ ഇതിലെ ആൻസർ ഈ ഇതിൽ തമ്മിലുള്ള ബാക്കി രണ്ടെണ്ണം അല്ല, മൂന്നാമത് വരുന്ന എന്താ നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 6, ദ റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് എങ്ങനെയാണ്? ഇറ്റ്സ് ലൈസ് ബിറ്റ്വീൻ +1 ആൻഡ് -1. -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. Then next question, if correlation coefficient xy is positive, the relationship between x and y of അല്ലേ
കോറിലേഷൻ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും ഡയറക്ഷൻ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? when y increases x increases, when y decreases x increases, then when y increases x do not change. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ when y increases x also increases. Then question number 8 നോക്കാം. if correlation coefficient are xy is equal to 0, the variable x and y, x ഉം y തമ്മിൽ correlation coefficient 0 ആണെങ്കിൽ there is no relationship between x variable and y variable, so that there is a no correlation between this variable. അപ്പോൾ ഇവിടെ linearly related, not linearly related, independent. അപ്പോൾ ഇവിടെ ആൻസർ ശരിക്കും വരുന്നത് there is no relationship. അപ്പോൾ അവിടെ no, not linearly related. Then question number 9. Of the following 3 measures which can measure any type of relationship, ഇതിൽ തന്നിരിക്കുന്നത് ഉള്ള റിലേഷൻഷിപ്പ് നോക്കാം. കാൽപിയേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുള്ള സ്കാറ്റർ ഡയഗ്രാമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇഫ് പ്രിസൈസ്ലി മെഷേർഡ് ഡാറ്റ ആർ അവൈലബിൾ, ദ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് ചെറിയൊരു precisely measured data is are available, the simple correlation coefficient is more accurate than the rank correlation coefficient, less accurate than rank correlation coefficient, as accurate as the rank correlation coefficient. So the answer is as accurate as the rank correlation coefficient. Rank correlation അതേ ഇത് തന്നെ പോലെ തന്നെയാണ് ഇതിൽ വരുന്നത്. Then ഡിഫൈൻ കോറിലേഷൻ എസ് സിമ്പിൾ ഒരു 1 മാർക്കോ 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ്. ഇപ്പോഴത്തെ ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ സിമ്പിളാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കോറിലേഷൻ സ്റ്റഡീസ് ദ മെഷർ സ്റ്റഡീസ് and measure the direction and the intensity of the relationship among the variables. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സിമ്പിൾ ടേമിൽ പറയാം, correlation means that the relationship between it deals the relationship between the variables x variable and y variable. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോറിലേഷൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. റൈറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ കോറിലേഷൻ. കാൽപിയേഴ്സൺ കോറിലേഷൻ ഉണ്ട്. Calculation correlation R is equal to sigma xy divided by sigma xy divided by sigma x square into sigma y square. അല്ലെങ്കിൽ ഇതിനെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. sigma xy divided by root of sigma x square into sigma y square. ഇതാണ് സിമ്പിൾ ഇക്വേഷൻ. കാൽപിയേഷൻ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിമ്പിൾ ഇക്വേഷൻ അതാണ്. ദെൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1 - 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1, അതല്ലെങ്കിൽ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ n ക്യൂബ് മൈനസ് n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്യാൻ ആർ ലൈസ് ഔട്ട്സൈഡ് ദ -1 ആൻഡ് +1 റേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഇവിടെ ചോദിച്ചതാണ് ഇതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ +1ന്റെയും -1ന്റെ ഒക്കെ പുറത്തായിരിക്കുമോ, അവിടെ ഔട്ട്സൈഡ് ആയിരിക്കുമോ? അപ്പോൾ എന്താ ആൻസർ? എന്താ? നോ ആണ്. ആർ കനോട്ട് ലൈസ് ഔട്ട്സൈഡ് ദ -1 ആൻഡ് +1 റേഞ്ച് ഡിപ്പെൻഡിങ് ദ ടൈപ്പ് ഓഫ് ദ ഡാറ്റ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ R ഈസ് ഈക്വൽ ടു +1ന്റെയും -1ന്റെയും ഇടയിൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ kind of relationship between x and y if the points of the scatter diagram tend to cluster about it. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് തന്നിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് അപ്വേർഡും അതേ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡും ആയിരിക്കുമ്പോൾ ഇതിൻ്റെ സ്കാറ്റർ ഡയഗ്രാം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് അപ്വേർഡ് ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് അപ്വേർഡ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കാറ്റർ ഡയഗ്രാം വരച്ചു. അതൊരു പോസിറ്റീവ് അപ്വേർഡ് എക്സും വൈയും ഒരു അപ്വേർഡ് സ്ലോപ്പിംഗുള്ള സ്കാറ്റർ ഡയഗ്രാം പോലെ കാണുന്നുവെങ്കിൽ അത് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ദെൻ ദ നെക്സ്റ്റ് വൺ, എ സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു ചിത്രം നോക്കാം. ഇത് ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് കോറിലേഷനും ഈ ഒരു ചിത്രം നെഗറ്റീവ് കോറിലേഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം.
Then name the correlation, mention the graph. ഇവിടെ തന്നിരിക്കുന്ന കോറിലേഷൻ ഏതാണെന്ന് കണ്ടെത്താൻ പറയാം. ഇവിടെ നമ്മൾ പിക്ചറൈസേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിക്ചറൈസേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു എക്സ് ആൻഡ് വൈ കൊടുത്തിട്ടുണ്ട്. ഒരു പോസിറ്റീവ് 10 ഒരു പോസിറ്റീവ് 10 റിലേഷൻ എന്നുള്ള രീതിയിൽ സ്കാറ്റർ ഡയഗ്രം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് കാണുന്നുവെങ്കിൽ there is a positive relationship between the variable. ഇത് ഇവിടെ ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ദെൻ there is no relationship ആണ്, യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ നോ കോറിലേഷൻ. ദെൻ ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് ലീനിയർ ലൈൻ പോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ there is a perfect positive correlation. Then here also the perfect negative correlations examples ആണ്. Then question number 4. Give 2 example each for positive and negative correlation. നമ്മുടെ relation positive correlation the relation between price and supply. There is a positive relationship between price and supply. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും അതിന്റെ സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. If the prices of the commodity increases, the supply of the producer decided to increase the supply of the product. അപ്പോൾ ഇവിടെ എന്താ, there is a positive correlation between price and supply. അതേപോലെ തന്നെ the relationship between height and weight also the positive correlation. ഓരോരുത്തരുടെ ഹൈറ്റും അതേപോലെ തന്നെ അതിൻ്റെ വെയിറ്റും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ് അല്ലേ. ഞാൻ എന്നൊന്ന് ആലോചിച്ചതാണ്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ there is a ഹൈറ്റും അതിൻ്റെ വെയിറ്റും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നുണ്ട്. ദെൻ നെഗറ്റീവ് കോറിലേഷനിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലേ. ഒരു പ്രോഡക്റ്റിന് if the prices of the commodity increases, the demand for that commodity decreases. അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. പ്രൈസും ഡിമാൻഡും നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, കാരണം നിങ്ങളുടെ എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് എഴുതാൻ ചോദിക്കും. ദെൻ ദ സെയിൽ ഓഫ് വുളൻ ഗാർമെന്റ്സ് ആൻഡ് ഡേ ടെമ്പറേച്ചർ അല്ലേ. നമ്മൾ കമ്പിളി തുണിയും അതേപോലെ തന്നെ ടെമ്പറേച്ചറും എന്ത് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. എന്താ, നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വുളൻ ഗാർമെന്റ്സിന് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കുറയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. ദെൻ വാട്ട് ആർ ദ പെർഫെക്റ്റ് കോറിലേഷൻ, ഗിവ് എക്സാമ്പിൾ. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആൻസർ നോക്കാം. പെർഫെക്റ്റ് കോറിലേഷൻ ഈസ് ദാറ്റ് വേർ ദ ചേഞ്ചസ് ഇൻ ടു റിലേറ്റഡ് ദ വേരിയബിൾസ് എക്സാക്ട്ലി അല്ലേ, എക്സാക്ട്ലി ദ പ്രൊപ്പോർഷനിലാണ്. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതേ ഒരു പ്രൊപ്പോർഷനിൽ വൈയും ചേഞ്ച് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കോറിലേഷൻ ആണ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ കോറിലേഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവ് നമുക്ക് ഇവിടെ പറയാം പോസിറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും എന്താണ്, നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളതാണ്. Then negative perfect correlation, then there is a perfect positive correlation between the two variables of equal proportional changes in the same direction. It is expressed as +1. Perfect positive correlation denote ചെയ്യുന്നത് എന്താണ്, +1 if equal proportional changes are in the reverse direction, then there is a negative perfect correlation and it is described as -1. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന അതേ ഒരു ടെൻഡിൽ അതേ ഒരു പ്രൊപ്പോർഷനിൽ വൈയും ഇത് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അപ്വേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേ ഒരു പ്രൊപ്പോർഷനിൽ വൈ എന്ന് പറയുന്ന വേരിയബിളും ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇനി നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഇതിൽ ഇങ്ങനെ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. പ്രൈസ് 1 2 3 4 5 അതേ ഒരു പ്രൊപ്പോർഷനിൽ 10 20 30 40 ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇഫ് ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്. ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും ഇഫ് ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനുമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ഷോ ഇൻ ദ സ്കാറ്റർ ഡയഗ്രാം ദ ഫോളോയിങ്. പോസിറ്റീവ് കോറിലേഷൻ കാണിക്കാന്നുണ്ടെങ്കിൽ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് എന്നുള്ള രീതിയിൽ പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ദെൻ നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗിൽ വരുന്ന പോയിന്റുകൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർപ്രറ്റ് ദ വാല്യൂ ഓഫ് 1 -1 ആൻഡ് 0. 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും -1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും ദെൻ 0 ഡിനോട്ടഡ് ആസ് എ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈയും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കോറിലേഷനെ നോ കോറിലേഷൻ എന്ന് വിളിക്കുന്നു. നമുക്കിവിടെ നോക്കാം.
R as 1 means that there is a perfect positive correlation relation between two variables, and R as the -1 means there is a perfect negative correlation. Then R is equal to or R as 0, that means there lack correlation between two variables, or we can say that there is no relationship between x and y, that is no correlation. In another question, list some variables where accurate measurement is difficult. നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, ഇപ്പോൾ സെക്യുലറിസം, ഹോണസ്റ്റി, ബ്യൂട്ടി, ഇംപാർഷ്യാലിറ്റി, പാട്രിയോട്ടിസം, ഇതൊന്നും നമുക്ക് ഈസി ആയിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. സ്റ്റേറ്റ് ദ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, സെയിൽ ഓഫ് വുളൻ ഗാർമെൻറ്റ്സ് ആൻഡ് ദ ഡേ ടെമ്പറേച്ചർ, ഏത് റിലേഷൻഷിപ്പ് ആയിരിക്കും? നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്സ്, മഴയുടെ അളവും അതേപോലെ തന്നെ ഈൽഡ് ഓഫ് ക്രോപ്പിൻ്റെ എന്താണ് വിളവെടുപ്പും, അപ്പോൾ എന്തായിരിക്കും? അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ദ കളർ ഓഫ് ഡ്രസ് ആൻഡ് ഇൻ്റലിജൻസ് ഓഫ് ലേഡി, ഒരു നല്ല എക്സാമ്പിളാണ്. കളർ ഓഫ് ഡ്രസ് ആൻഡ് ഇൻ്റലിജൻസ് ഓഫ്, നല്ലൊരു ഡ്രസ്സ് ഇട്ട ഒരാളും അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? നോ കോറിലേഷൻ. അപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ എക്സാമ്പിൾ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, റൈറ്റ് ഡൗൺ ദ മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. മെറിറ്റ്സ് ഏതൊക്കെ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. ജസ്റ്റ് എ ഗ്ലാൻസ് ഓഫ് ഡയഗ്രാം വിൽ ഷോ ദ റിലേഷൻഷിപ്പ്. ഇറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദ റിലേഷൻഷിപ്പ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഡയഗ്രാം നോക്കിയാൽ തന്നെ അത് എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദെൻ construct the flow chart showing the methods of measuring correlation. Correlation calculate ചെയ്യേണ്ട, അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യേണ്ട ഒരു ഫ്ലോ ചാർട്ട് നോക്കാം. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ്, ആൾജിബ്രൈക്ക് മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ സിമ്പിൾ ഗ്രാഫും അതേപോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാം. ആൾജിബ്രൈക്ക് മെത്തേഡിൽ കാൽപിയേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സ്പിയർമാൻ റാങ്ക് കോറിലേഷനും. ദെൻ ഇലസ്ട്രേറ്റ് ദ പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ, എന്താണ് നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അത് സ്കിപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. തന്നിരിക്കുന്ന ഇവിടെ പ്രോബ്ലത്തിൽ നിന്ന് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. കുറേ ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ചു വെച്ച ഏതെങ്കിലും ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സ് എടുത്തു, അതിൽ എക്സ് ബാർ കണ്ടെത്തിയിട്ട് ക്യാപിറ്റൽ എക്സ് അല്ലെങ്കിൽ സിഗ്മ എക്സ് എന്നുള്ള രീതിയിൽ കണ്ടെത്തി. എക്സ് മൈനസ് എക്സ് ബാർ ബൈ 10 കണ്ടെത്തി. ദെൻ എക്സിൻ്റെ സ്ക്വയർ കണ്ടെത്തി. ഓൾറെഡി വൈ തന്നിട്ടുണ്ടായിരുന്നു. വൈൻ്റെ എന്താണ് നമ്മൾ വൈ ഡാഷ് കണ്ടെത്തി. ആ വൈ ഡാഷിൻ്റെ സ്ക്വയർ കണ്ടെത്തി. ആ സ്ക്വയർ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെ ടോട്ടൽ കണ്ടു. ദെൻ എക്സും ഇവിടെയുള്ള എക്സും അതേപോലെ തന്നെ വൈയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തു. എക്സ് ആൻഡ് വൈ മൾട്ടിപ്പിൾ ചെയ്തു. എക്സും വൈയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ ടോട്ടൽ കാണാം. സിഗ്മ എക്സ്, സിഗ്മ ക്യാപിറ്റൽ എക്സ്, ദെൻ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ, ദെൻ സിഗ്മ വൈ ഡാഷ് അല്ലെങ്കിൽ സിഗ്മ വൈ, ദെൻ സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് ഇൻറ്റു വൈ. എന്നിട്ട് ഇക്വേഷൻസിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റാൻഡേർഡ് കോറിലേഷൻ ഈസ് ഇക്വൽ ടു ആർ ഈസ് ഇക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എക്സ് വൈ ഇവിടെ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, ദെൻ സിഗ്മ വൈ സ്ക്വയർ ഓൾറെഡി അല്ലേ ഗിവൺ. So we are going to substitute these values within the formula. Therefore 30 divided by root of 30 into 34, that is equal to 30 by 31.9937. that is the final answer, 0.939. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക. വാല്യൂ ശ്രദ്ധിക്കുമ്പോൾ വണ്ണിൻ്റെ വളരെ പോസിറ്റീവ് വണ്ണിനോട് തൊട്ടടുത്തുള്ള രീതിയിലാണ് വന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? there is a positive correlation between x and y എന്നുള്ള രീതിയിൽ കൊടുക്കാം. The next question, the following are the ranks obtained by 10 students in 2 subjects. Calculate the Spearman rank correlation. സ്റ്റാറ്റിസ്റ്റിക്സിലും എക്കണോമിക്സിലും എന്താണ് 10 കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള റാങ്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 2 3 4 5 6 9 8 9 10 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഓരോ റാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ റാങ്ക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റാങ്ക്സ് ഓഫ് എക്കണോമിക്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ R1 ആൻഡ് R2. R1ഉം R2ഉം തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ
റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 1 - 6 sigma d square divided by n into n square minus 1 എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ആദ്യം കണ്ടെത്തുന്നു. ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 1 അല്ലേ, R1 - R2 1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. നമ്മൾ ഓരോന്ന് കണ്ടെത്തി ആ R1 അല്ലെങ്കിൽ ഡിയുടെ സ്ക്വയർ കണ്ടെത്തി, ഡിയുടെ സ്ക്വയർ കണ്ടെത്തിയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ എന്താ ക്യാപിറ്റൽ ആർ എന്നുള്ളത് റാങ്ക് കോറിലേഷൻ, Spearman rank correlation R is equal to 1 - 6 sigma d square divided by n into n square minus 1. അപ്പോൾ 1 - 6 into 40 divided by 10 into 10 square minus 1 നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തി. ഫൈനലി നമുക്ക് 0.76 എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ ഇതാണ് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ യൂസിങ് ദ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്തത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏത് കാൽപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ n into r is equal to n into sigma dx into dy minus sigma dx into sigma dy divided by root of n into sigma dx square minus sigma dx all square into root of n into sigma dy square minus sigma dy sigma dy by n all square എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷൻ എഴുതി. ദെൻ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലുള്ള വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പഠിപ്പിച്ചു തന്നുള്ളതാണ്. ഒന്നുകൂടി ചെയ്തു നോക്കുക. ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം പ്രകാരം ദ ആൻസർ 0 ആണ്. 0 കിട്ടുമ്പോൾ എന്താണ് കൺക്ലൂഷൻ? ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, ദർ ഈസ് നോ കോറിലേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ദെൻ 5 mark questions on what do you mean by the Spearman rank correlation coefficient? Point out the situation where it is used. Also bring about its usefulness. അപ്പോൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്താണ്? അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ വേരിയബിൾ കനോട്ട് ബി മെഷേർഡ് മീനിങ് നമുക്ക് മീനിങ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഇൻ കേസ് ഓഫ് പ്രൈസ്, ഇൻകം, വെയിറ്റ് എക്സെട്ര, ഇൻ കേസിൽ നമുക്ക് മീനിങ് ആയിട്ട് മനസ്സിലാക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ദ റാങ്കിങ് മേ ബി മോർ മീനിങ് വെൻ ദ മെഷർമെൻറ്റ് ഓഫ് ദ വേരിയബിൾസ് ആർ സസ്പെക്ട്. നമുക്ക് ഇതിൻ്റെ പലപ്പോഴും സപ്പോസ് ഈ ഡാൻസോ പാട്ട് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ 2 ജഡ്ജസ് ഓരോരുത്തരും റാങ്ക് ഇടും. അപ്പോൾ ആ റാങ്ക് ഇടുന്നതിൻ്റെ ഒക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ ഇവർ തമ്മിലുള്ള കോറിലേഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് മെത്തേഡ് ഉപയോഗിക്കാം. ഇതിൽ കുറച്ച് തിയറിയാണ്. ഈ തിയറി നിങ്ങളുടെ ബുക്കിലൊക്കെ ഉണ്ട്, അതൊന്ന് എടുത്ത് വായിച്ച് മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഹാസ് എ സർട്ടൻ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? വെൻ ആറിൻ്റെ വാല്യൂസ് +1 -1 ആയിരിക്കും. പിന്നെ ആറിൻ്റെ വ്യത്യസ്ത വാല്യൂസിനെ കുറിച്ച് പറയാം. R is equal to +1, R is equal to -1, R is equal to 0 എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാം. ദെൻ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ ചെയ്ത് തരാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, illustrate the following ideas in the scatter diagram. പോസിറ്റീവ് കോറിലേഷൻ അപ്വേർഡ് ആയിട്ട് സ്ലോപ്പിംഗ് ആണ്. ദെൻ നെഗറ്റീവ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു രൂപത്തിൽ കോറിലേഷൻ വരയ്ക്കുക. ദെൻ ദ തേർഡ് വൺ പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. ദെൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിലുള്ള കോറിലേഷൻ വരയ്ക്കുക. തെറ്റിക്കരുത്. പെർഫെക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പോലെ ആവില്ല, ഡൗൺവേർഡ് ആയിരിക്കും. ദെൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലുള്ള അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദെൻ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇവിടെ റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും റാങ്ക് കണ്ടെത്തുക. റാങ്കുകൾ കണ്ടെത്തിയിട്ട് 1 2 3 4 5 എന്നുള്ള രീതിയിലുള്ള റാങ്കുകളിലേക്ക് വരിക. ഇവിടെ റാങ്കുകൾ വരുമ്പോൾ 1 2 3 4 5 6 എന്നുള്ള രീതിയിലുള്ള റാങ്കുകൾ എഴുതി. ദെൻ ആ റാങ്കുകളുടെ ഡിഫറൻസ് കണ്ടെത്തി, ഡി സ്ക്വയർ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഇക്വേഷനിലേക്ക് വരിക. Rank correlation is equal to 1 - 6 sigma d square divided by n into n square minus 1 or n cube minus n. That is 1 - 6 into 28 divided by 5 cube minus 5. Finally answer വരുന്നത് 1 - 168 divided by 125 minus 5. Finally 1 - 1.4 is equal to -0.4. -0.4 കിട്ടുമ്പോൾ there is a
low degree of negative correlation എന്നുള്ള രീതിയിലേക്ക് വരുന്നു. Then point out the properties of 5 degrees of correlation coefficient. മാർച്ചിൽ തന്നെയുള്ള 2019 വന്നിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഇതിൻ്റെ കോറിലേഷൻ്റെ ആൻസേഴ്സ് നമുക്ക് പറയാം. കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ +1 and -1. Then +1 എന്താണ്, -1 എന്താണ്, then perfect positive correlation, perfect negative correlation, high degree of positive correlation, high degree of negative correlation, low degree of positive correlation, low degree of negative correlation, then no correlation തുടങ്ങിയിട്ടുള്ള 5ഓളം ഒരു വാല്യൂസ് ഉണ്ട് കോറിലേഷൻ്റെ. ആ 5ഓളം വാല്യൂസിനെ കുറിച്ച് വിശദീകരിക്കുക, അത്രയാണ് അതിൽ വരുന്നത്. Then 17th ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നേരത്തെ അതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, ദെൻ മീഡിയം, മോഡറേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ 0.5 ഒക്കെ ഇതിൽ വരുമ്പോൾ മോഡറേറ്റ് ഡിഗ്രി ആണെന്നുള്ളത്. ദെൻ കാൽക്കുലേറ്റ് മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ്. കാൽക്കുലേറ്റ് കാൽപിയേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ കണ്ടെത്തി, ദെൻ x into y കണ്ടെത്തി, x സ്ക്വയർ കണ്ടെത്തി, y സ്ക്വയർ കണ്ടെത്തി. ദെൻ ഇക്വേഷൻ n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x all square into n into root of n into sigma y square minus sigma y all square. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലെ പ്രോബ്ലം ചെയ്യാം. ഇക്വേഷൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക, അത് ഉപയോഗിച്ചിട്ട് കണക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആൻസർ വന്നിട്ടുള്ളത് 0.0578 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് പറയാം ദർ ഈസ് എ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ദ വേരിയസ് റാങ്ക് സെക്യൂർഡ് ബൈ മെറിൻ ആൻഡ് കാഞ്ചന ഇൻ 4 മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. രണ്ടുപേർക്ക് കിട്ടിയുള്ള റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കീം അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ മെറിൻ്റെ റാങ്കും കാഞ്ചനയുടെ റാങ്കും കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരാളുടെ റാങ്കും രണ്ടാമത്തെ ആളുടെ റാങ്കും കണ്ടെത്തി, ആ റാങ്കിൻ്റെ ഡിഫറൻസ് കണ്ടെത്തി, ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ കണ്ടെത്തി. ദെൻ we may apply the formula for finding the rank correlation 1 minus 6 sigma d square divided by n into n square minus 1. Therefore 1 minus 6 into 12 divided by 4 cube minus 4. Finally the answer is we get minus 0.2. അപ്പോൾ minus 0.2 കിട്ടുമ്പോൾ അതിനെന്താണ്, there is a low degree of negative correlation എന്നുള്ള രീതിയിൽ കൊടുക്കാം. Then മാർച്ച് 2017 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The value of correlation coefficient r is equal to plus 1.2 indicate. 1ൻ്റെ പ്ലസ് 1.2 വരുമോ? അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാവില്ല. 1ൻ്റെയും -1ൻ്റെയും +1ൻ്റെയും ഇടയിലായി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, എറർ ഇൻ കാൽക്കുലേഷൻ. അപ്പോൾ അതിൽ ആൻസർ എന്താ? എറർ ഇൻ കാൽക്കുലേഷൻ ആണ്. ദെൻ 20th ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ക്വസ്റ്റ്യൻ മാർച്ചിലെ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. വെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ r is equal to 0, എന്ത് കോറിലേഷൻ ആണ്? ആൻസർ നിങ്ങൾ തന്നെ പറയൂ. നോ കോറിലേഷൻ അല്ലേ, നോ കോറിലേഷൻ ആണ്. ദെൻ 21th ക്വസ്റ്റ്യൻ, അത് മാർച്ച് 2016 ക്വസ്റ്റ്യൻ ആണ്. ദ ആൾജിബ്രൈക്ക് സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ സെറ്റ് ഓഫ് ദ വാല്യൂ ഫ്രം അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ബി 0 അല്ലേ. അപ്പോൾ ദ ആൾജിബ്രൈക്ക് സം ഓഫ് ദ ഡീവിയേഷൻ ഓഫ് സെറ്റ് ഓഫ് വാല്യൂ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ബി 0. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ദെൻ 22nd ചോദ്യം, ഡാഷ് ഡിവൈഡ് ദ സീരീസ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. 2 ഭാഗങ്ങളാക്കുന്നത് ഏതാ? മീഡിയൻ. ഇത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ചോദ്യമാണ്, ഇതിൽ വന്നെന്നുള്ളൂ. മാർച്ച് 2016 ക്വസ്റ്റ്യൻ ആണ്. ദെൻ ആതിര plotted a value of 2 variables x and y in a scatter diagram as follows. The nature of the correlation here is ഇവിടെ തന്നിരിക്കുന്നത് മാർച്ച് 2013 ക്വസ്റ്റ്യൻ ആണ്. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അപ്വേർഡ് ആയിരിക്കും. ഇത് നെഗറ്റീവ് ഡൗൺവേർഡ് അല്ല. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അല്ല, അതേപോലെ തന്നെ പെർഫെക്റ്റ് പോസിറ്റീവ് അല്ല. പിന്നെ ഏതാ വരുന്നത്? പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ 24th ക്വസ്റ്റ്യൻസ് നോക്കാം. കാൽക്കുലേറ്റ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആൻഡ് കമൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. മാർച്ച് 2010 ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തതാണ്. n into sigma dx into dy minus sigma dx into sigma dy all divided by root of n into sigma dx square minus sigma
dx all square into root of n into sigma dy square minus sigma dy all square എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തിയിട്ട് എന്താണ് ആൻസർ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Then 25th questions, calculate the correlation coefficient between the years of education of farmers and annually yield per acre and comment on the result. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കർഷകരുടെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവരുടെ കാർഷിക ഉൽപ്പാദനം തമ്മിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആനുവൽ ഈൽഡും കൊടുത്തിട്ടുണ്ട് പെർ ഏക്കർ. എന്നിട്ട് ഫൈനലി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് R = 0.664 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ കോറിലേഷൻ എന്നുള്ളത് എളുപ്പമാണ്. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ചേർത്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.